ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഴ്ചയിൽ ആർക്കും അധികം പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു. നമ്മളെന്നും പറയാറുണ്ടായിരുന്നു, മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മാത്രം പോവില്ല. അത് മുകളിലേക്കായാലും ശരി, താഴേക്കായാലും ശരി, അത് മാർക്കറ്റിൻ്റെ നിയമമല്ല. സോ എല്ലാവരും എക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്നിട്ട് പോലും ലോട്ട്സ് ഓഫ് പീപ്പിൾ ട്രാപ്ഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെന്നും പറയാറുണ്ടായിരുന്നു, നമ്മളൊരു ലോങ് പൊസിഷനിലേക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റിയൊരു സമയമല്ല. അഥവാ ലോങ് പൊസിഷൻ എടുത്തിട്ടുള്ളവർ അവർക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം. അതർവൈസ് അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് ഏരിയനെ റെസ്പെക്റ്റ് ചെയ്യാം. അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് ആയിട്ട് ഗോ ഫോർ ഷോർട്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൂട്ടലായിരുന്നു. ബ്ലഡ് ബാത്ത്, അബ്സല്യൂട്ട്ലി, ഒരു സംശയം വേണ്ട. ബിക്കോസ് കരടിക്കുട്ടന്മാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തലേണ് ആദ്യം വായിലാക്കുക. സോ നാച്ചുറലി അതൊരു ബ്രൂട്ടലാണ്, ബ്ലഡ് ബാത്തും കൂടിയാണ്. സോ അതാണ് മാർക്കറ്റ്. ഇന്ന് 149 പോയിൻറ്റ്സ് നിഫ്റ്റി കവർ ചെയ്ത് വിത്തിൻ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ. തിങ്ക് അബൌട്ട് ദാറ്റ്, ഹൗ സീവിയർ ഇറ്റ് വാസ്. ആ ഫോൾ, ഷാർപ്പ് ഫോൾ. അതേസമയം നമ്മളുടെ ഷോർട്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കൊയ്ത്തുകാലം, ബെസ്റ്റ് ഒരു ഹാർവെസ്റ്റ് ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഒരു 350 പോയിൻറ്റ്സ് മിനിമം വൈസ് പീപ്പിൾ മെയ്ഡ്, ഓർ വൈസ് ട്രേഡേഴ്സ്. അങ്ങനെ വേണം ട്രേഡ് ചെയ്യാൻ. സോ ചാർട്ടിനും റെസ്പെക്റ്റ് ചെയ്യണം, മാർക്കറ്റിനും റെസ്പെക്റ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാവരുടെയും ബാപ്പായ ഓപ്പറേറ്ററിന് തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യണം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 13,328 432 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 45,553 1,406 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 29,456 1,258 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,760. ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത് 13,741. ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു ഇന്നത്തെ ഓപ്പണിംഗ്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് 13,777 ആൻഡ് ഡേ ലോ വാസ് 13,131 പോയിൻറ്റ്സ്. ആൻഡ് 432 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 13,328 നിന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. നിഫ്റ്റിനും സെൻസെക്സിനും സംബന്ധിച്ചിടത്തോളം ബിഗ്ഗസ്റ്റ് സിംഗിൾ ഡേ ഫോൾ എന്ന് പറയാം ഇന്നത്തെ ഒരു ഫോൾ. ആഫ്റ്റർ മെയ് 2020 ശേഷം അതിന് മുന്നുണ്ടായിരുന്നു, മാർച്ചിലുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇതൊരു ഗംഭീര ഫോൾ തന്നെയായിരുന്നു. മേജർ കറക്ഷൻ സ്റ്റിൽ ടു കം. ട്രേഡേഴ്സ് കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് സപ്പോർട്ട് 13,040 ആണ് കാണിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഈസ് 12,760. അതേസമയം ഇഫ് ഇൻഡെക്സ് മൂവ്സ് അപ്പ് 13,660 ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഈസ് 14,000. അതേസമയം ബാങ്ക് നിഫ്റ്റി ഇന്ന് 1,258 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 29,456 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ഒരു സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത് 28,900 ആണ്. സെക്കൻഡ് ഈസ് 28,340. അതേസമയം റെസിസ്റ്റൻസ് കാണിക്കുന്നത് 30,300 നെക്സ്റ്റ് ഈസ് 31,150. ഫ്രണ്ട്സ്, ഓപ്ഷൻ ഡാറ്റ കോളിൻ്റെ മാക്സിമം OI കാണാൻ കഴിയുന്നത് 14,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,000, തേർഡ് ഈസ് 13,500. അതേസമയം റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 13,800 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,600 ആൻഡ് തേർഡ് ഈസ് 13,500 അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 12,500 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,000. അറ്റ് സെയിം ടൈം പുട്ടിൻ്റെ OI മാക്സിമം കാണിക്കുന്നത് 13,000 സ്ട്രൈക്കിലും ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500 തേർഡ് ഈസ് 13,200. പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 12,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 12,800 തേർഡ് ഈസ് 12,700 പ്ലസ് 12,000 കോൺട്രാക്റ്റിലും കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം അൺവൈൻഡിങ് നടന്നിട്ടുള്ളത് 13,500 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,300 ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 13,200 ആണ്.
ഫ്രണ്ട്സ്, ഇന്നത്തെ FISൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ FISന്ന് ഓൺലി 323 CRൻ്റെ ഒരു ബൈങ്ങാണ് നടത്തിയിട്ടുള്ളത്. അതേസമയം DISൻ്റെ ഭാഗത്തുനിന്ന് 486 crores സെൽ ഓഫ്. രണ്ടുപേരും വാങ്ങലും വിൽക്കലും കുറച്ചു. ഓക്കെ, സോ കെയർഫുൾ ഫ്രണ്ട്സ്. ആ ഇൻഡിസിസീവ്നെസ്സിന് ഫൈനലി ഒരു റിസൾട്ട് ഇന്ന് നമുക്ക് കിട്ടി. അതൊരു ബ്ലാക്ക് മൺഡേ മാറി. ഓക്കെ, ഒരു വെർട്ടിക്കൽ ഫോൾ, ഷാർപ്പ് ഫോൾ. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു ലോങ് ബോഡി ബ്ലാക്ക് ക്യാൻഡിലാണ്. അത് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കറ്റ് വീണാൽ നമ്മൾ പൈസ ഉണ്ടാക്കും, മാർക്കറ്റ് മുകളിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കും. ഇനിയിപ്പോൾ സൈഡ് വേസ് ആയാലും നമ്മൾ പൈസ ഉണ്ടാക്കിയിരിക്കും. അതെങ്ങനെ അല്ല? ഓക്കെ, ക്യാഷ് മാർക്കറ്റ് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് F&Oയിലേക്കൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൽ പൈസ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് ട്രേഡേഴ്സ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിപൂർവ്വം ട്രേഡ് എടുക്കേണ്ട ടൈമുകളാണ്. ട്രേഡേഴ്സിനോട് ഇത്രമാത്രം മാർക്കറ്റ് ഈസ് വൈസ്, ബി വൈസ്. അതേസമയം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. അവർക്ക് സ്വപ്നതുല്യമായിട്ടുള്ള പല സ്റ്റോക്കുകളും ഇപ്പോൾ അവർക്ക് കയറി മീൻസ് കറക്ഷൻ ഇനിയും ഒരു 200-300 points സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം, ഓർ 500 മാക്സ്. ഓക്കെ, അതിൽ കൂടുതൽ വി ആർ ഓൺ, വി ഡോണ്ട് നോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുതിയ സ്ട്രെയിൻ്റെ കാര്യം നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് UK തന്നെ ക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, സ്പ്രെഡ് അധികം വരാത്ത രീതിയിൽ ക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ ലോകം മുഴുവൻ രക്ഷപ്പെടും ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതർവൈസ് ഇപ്പം തന്നെ ഓൾറെഡി ഒരു 23 രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാണാവോ ഇനി ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്? ടിൽ നൗ അത് ബാൻ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അത് ഡെഫിനറ്റ്ലി ബാൻ ചെയ്യേണ്ടതെന്ന് തന്നെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയതിന് ശേഷം ഫ്ലൈറ്റ് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. സോ അതവിടെ തന്നെ ക്യാപ്പ് ചെയ്തിട്ട് അതിനെ അവിടെ വെച്ചിട്ട് തന്നെ എന്താ പറയുക, വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത് വേണം. ആൻഡ് ഇന്ത്യ വിക്സിൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ 18.62 നിന്ന് 23.19 റൈസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഭയങ്കര ഒരു സ്പൈക്ക് ഇപ്പോൾ ഇന്ത്യ വിക്സിൽ കാണാൻ കഴിയുന്നതാണ്, വിച്ച് ഈസ് ഫേവറബിൾ ഫോർ ബെയേഴ്സ്. ഫ്രണ്ട്സ്, ഇന്ന് വീക്ക്നെസ് കാണാൻ കഴിഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാത്തിലും വീക്ക്നെസ് തന്നെയാണ്. അതിൽ മോസ്റ്റ് വീക്കെൻഡ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ RBL ബാങ്ക്, ബെയിൽ, PVR, ഇൻഡസൻ ബാങ്ക്, BPCL, എസ്കോട്ട്സ്, കനറ ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, മെനി മോർ. ഒത്തിരി ഉണ്ട്. എല്ലാം ഒരു ബ്ലഡ് ബാത്ത് തന്നെയായിരുന്നു അതെന്ന്. സോ ഇത്രമാത്രം ഫ്രണ്ട്സ്. നാളത്തേക്ക് പ്രത്യേകിച്ച് സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാൻ ഞാൻ ഐ എം നോട്ട് ഗിവിങ് എനി സ്റ്റോക്സ്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. Traders, market wise and be wise, and please don't forget to subscribe my channel, hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. Happy trading, take care, good night.